ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കിയത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മളിത് തയ്യാറാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടിച്ച പൊടിയാണ്. പിന്നെ തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് വെള്ളം. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ പൊടി നനച്ച് കൊടുക്കുക. കൈ വെച്ച് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന അതേ പരുവത്തിലാണ് ഇതാവേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ആയാലും മതി. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ പുട്ടുംപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിരകി വെച്ച തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇത് വേവാനായിട്ട് എടുക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് വേവാനായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.